ഹായ് ഫ്രണ്ട്സ്, ചില നഗരങ്ങൾ മനുഷ്യരെ പോലെയാണ്. അവർക്ക് പ്രണയമുണ്ട്, സ്വപ്നങ്ങളുണ്ട്, ഒടുവിൽ ആരും കാണാതെ ഒഴുക്കിക്കളഞ്ഞ കണ്ണീരുമുണ്ട്. ആഗ്രയുടെ പ്രാന്തപ്രദേശത്ത് വെയിലേറ്റ് ചുവന്ന കല്ലുകൾക്കിടയിൽ മൗനം പുതച്ചു കിടക്കുന്ന ഒരു നഗരമുണ്ട്. ആഗ്രയിലെ തിരക്കുകളിൽ നിന്ന് മാറി വിജനമായ ഒരിടത്ത് പ്രതാപത്തോടെ ചുവന്ന മണൽക്കല്ലുകളുടെ ആ നഗരം മുഗൾ ചക്രവർത്തിയായ അക്ബർ തന്റെ സ്വപ്നങ്ങൾ കൊണ്ട് പണിതുയർത്തിയതാണ്. ഫത്തേപൂർ സിക്രി വെറുമൊരു കൊട്ടാര സമുച്ചയമല്ല, മറിച്ച് ലോകം കണ്ട മഹാനായ ഒരു ഭരണാധികാരിയുടെ ദീർഘവീക്ഷണത്തിന്റെയും കലയോടുള്ള പ്രണയത്തിന്റെയും ബാക്കി പത്രമാണ്. വെറും 14 വർഷം മാത്രം മുഗൾ സാമ്രാജ്യത്തിന്റെ തലസ്ഥാനമായിരുന്ന ഈ നഗരം എന്തുകൊണ്ടാണ് ഉപേക്ഷിക്കപ്പെട്ടത്? ഈ ചുവന്ന ചുവരുകൾക്ക് നമ്മോട് എന്ത് കഥയാണ് പറയാനുള്ളത്? ഈ നഗരത്തിന്റെ പിറവിക്ക് പിന്നിൽ ഒരു ഐതിഹ്യമുണ്ട്. അധികാരത്തിന്റെ ഉച്ചസ്ഥായിയിലും ഒരു കുഞ്ഞിനായി കൊതിച്ച ഒരച്ഛന്റെ പ്രാർത്ഥനയിൽ നിന്നാണ് ഈ നഗരം ജനിച്ചത്. നഗ്നപാതനായി മണൽപ്പരപ്പിലൂടെ നടന്ന് സലിം ചിസ്തി എന്ന വിശുദ്ധനെ അക്ബർ ചക്രവർത്തി സന്ദർശിച്ചു. അദ്ദേഹത്തിന്റെ അനുഗ്രഹത്താൽ ചക്രവർത്തിക്ക് ഒരു മകൻ ജനിച്ചു. സലിം എന്ന് പേരിട്ട ആ കുട്ടിയാണ് പിന്നീട് ജഹാംഗീർ ചക്രവർത്തി എന്ന പേരിൽ അറിയപ്പെട്ടത്. തന്റെ പ്രിയപുത്രന്റെ ജനനം ആഘോഷിക്കുവാനും താൻ സ്നേഹിച്ചവർക്ക് പാർക്കാനും അദ്ദേഹം ഈ ചുവന്ന മണൽക്കല്ലുകളിൽ പ്രണയം കുത്തിവെച്ചു. സൂഫി വര്യനോടുള്ള ആദരസൂചകമായി അക്ബർ തന്റെ തലസ്ഥാനം ആഗ്രയിൽ നിന്നും സിക്രിയിലേക്ക് മാറ്റാൻ തീരുമാനിച്ചു. ആയിരത്തി 571 പണി തുടങ്ങിയ ഈ നഗരം വിജയത്തിന്റെ നഗരം അഥവാ ഫത്തേപൂർ സിക്രി എന്നറിയപ്പെട്ടു. ഇവിടത്തെ ഓരോ ശിലയും വാസ്തുവിദ്യയുടെ പാഠപുസ്തകങ്ങളാണ്. ആകാശത്തോളം ഉയർന്നു നിൽക്കുന്ന ബുലന്ദ് ദർവാസ ഗുജറാത്ത് വിജയത്തിന്റെ സ്മരണയ്ക്കായി നിർമ്മിച്ച ഇത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പ്രവേശന കവാടങ്ങളിൽ ഒന്നാണ്. അപ്പുറത്ത് 5 നിലകളിലായി പണിതിരിക്കുന്ന പാഞ്ച് മഹൽ കാറ്റും വെളിച്ചവും കടക്കാൻ പാകത്തിൽ തൂണുകളാൽ നിർമ്മിച്ച ഈ വിസ്മയം രാജകുടുംബാംഗങ്ങൾക്ക് വിശ്രമിക്കാനുള്ള ഇടമായിരുന്നു. ഹിന്ദു, ഇസ്ലാമിക്, ജൈന വാസ്തുവിദ്യകൾ ഒരുപോലെ സമ്മേളിക്കുന്ന കാഴ്ച ഇവിടെ എങ്ങും കാണാം. ജോധാബായുടെ കൊട്ടാരത്തിലെ ശില്പവേലകളും ബീർബലിന്റെ കൊട്ടാരത്തിലെ സൂക്ഷ്മമായ കൊത്തുപണികളും അക്ബറിന്റെ മതസൗഹാർദ്ദപരമായ ചിന്താഗതിയുടെ അടയാളങ്ങളാണ്. ഫത്തേപൂർ സിക്രിയിലെ ഏറ്റവും ആകർഷകമായ ഒരിടമാണ് ദിവാൻ ഇ ഖാസ്. ഇതിന്റെ മധ്യഭാഗത്ത് മനോഹരമായി കൊത്തിവച്ച ഒറ്റ തൂണിനു മുകളിൽ ചക്രവർത്തി ഇരിക്കുമായിരുന്നു. അവിടെ ഇരുന്നാണ് അദ്ദേഹം വിവിധ മതപണ്ഡിതന്മാരുമായി സംവദിച്ചിരുന്നത്. എല്ലാ മതങ്ങളിലെയും സാരം ഉൾക്കൊണ്ട് ദീൻ ഇലാഹി എന്ന പുതിയൊരു ദർശനം അക്ബർ ചക്രവർത്തി രൂപപ്പെടുത്തിയത് ഇതേ മണ്ണിൽ വച്ചാണ്. രാഷ്ട്രീയത്തെക്കാൾ ഉപരി മനുഷ്യത്വവും ജ്ഞാനവും ഈ നഗരത്തിന്റെ ചുവരുകളിൽ നിറഞ്ഞു നിന്നിരുന്നു. എന്നാൽ ഇത്രയും മനോഹരമായ ഒരു നഗരം അധികകാലം ആഘോഷിക്കപ്പെട്ടിട്ടില്ല. ജലക്ഷാമം കാരണം 1585 അക്ബറിന് ഈ നഗരം ഉപേക്ഷിക്കേണ്ടി വന്നു. ജനങ്ങൾ ഒഴിഞ്ഞു പോയതോടെ ഫത്തേപൂർ സിക്രി ഒരു പ്രേത നഗരമായി മാറി. എങ്കിലും നൂറ്റാണ്ടുകൾക്കിപ്പുറവും ഈ മണൽക്കല്ലുകൾക്ക് മങ്ങലേറ്റിട്ടില്ല. യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഇടം പിടിച്ച ഈ നഗരം ഇന്നും സഞ്ചാരികളോട് മന്ത്രിക്കുന്നു. മുഗൾ സാമ്രാജ്യത്തിന്റെ പ്രതാപകാലത്തെക്കുറിച്ച്, അക്ബറിന്റെ സ്വപ്നങ്ങളെക്കുറിച്ച്, മതങ്ങൾക്കും രാജ്യങ്ങൾക്കും അപ്പുറം മനുഷ്യത്വത്തെ സ്നേഹിച്ച ഒരു ചക്രവർത്തിയുടെ ഹൃദയമിടിപ്പുകൾ ഈ തൂണുകളിൽ തൊട്ടാൽ നിങ്ങൾക്കറിയാം.
എല്ലാം ഉണ്ടായിരുന്നു ഈ നഗരത്തിന്. പ്രതാപം, അധികാരം, പ്രണയം. പക്ഷേ വിധി മറ്റൊന്നായിരുന്നു. കുടിക്കാൻ ഒരു തുള്ളി വെള്ളമില്ലാതെ ഈ നഗരം ദാഹിച്ചു വലഞ്ഞു. ഒടുവിൽ താൻ ജീവനോളം സ്നേഹിച്ച ഈ മണ്ണിൽ നിന്ന് ചക്രവർത്തിക്ക് പടിയിറങ്ങേണ്ടി വന്നു. പണിതീർത്ത കൊട്ടാരങ്ങളും വിരിഞ്ഞ പ്രണയങ്ങളും പാതി വഴിയിലായ സംവാദങ്ങളും ഉപേക്ഷിച്ച് അദ്ദേഹം പോയി. ഒരു രാത്രി കൊണ്ട് നിശബ്ദത ഈ നഗരത്തെ വിഴുങ്ങി. പ്രിയപ്പെട്ടവർ ഉപേക്ഷിച്ചു പോയ ഒരു വീടിന്റെ വേദന ഈ നഗരത്തിന് ഇന്നും മാറിയിട്ടില്ല. മറ്റൊരു പുത്തൻ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും സ്വിഫ്റ്റ് സഞ്ചാരിയുടെ നല്ല നമസ്കാരം. ഗുഡ് ബൈ.